നമസ്കാരം. ട്രംപിനെ വധിക്കുമെന്ന് ഇറാൻ. ഖമേനിയുടെ നീക്കത്തിൽ അമേരിക്ക ഞെട്ടിത്തെരിച്ചിരിക്കുന്നു. ട്രംപ് ഒളിവിൽ പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ട്രംപിന്റെ നീക്കങ്ങളൊക്കെ വളരെ കൃത്യതയോടുകൂടിയുള്ളതാണ് എന്നുള്ളതാണ് ട്രംപിന്റെ ഒരു വിശ്വാസം. പക്ഷെ ട്രംപിനെ പോലും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള നീക്കം നടത്തുവാൻ ഇറാന് കഴിയുന്നു എന്നുള്ളതാണ് അമേരിക്കയെ ഞെട്ടിക്കുന്നതും അവരെ ചൊടിപ്പിക്കുന്നതും. ട്രംപിനെ വധിക്കുമെന്നൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പേർഷ്യൻ പോരാളികളായിട്ടുള്ള ഇറാന്റെ ഇത്തരത്തിലുള്ള നീക്കത്തിൽ അമേരിക്ക ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ലോകത്തെ ഒരു രാജ്യവും നടത്താത്ത വെല്ലുവിളിയാണ് ഇപ്പോഴാ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഇറാൻ മുഴക്കിയിരിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമല്ലേ. ലോക പോലീസ് ചമയുന്ന ലോകത്തിലെ 1-ാം നമ്പർ താരം നമ്മളാണ് എന്ന് അവകാശപ്പെടുന്ന അമേരിക്കക്കാർക്കെതിരെ, അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള അളവിൽ അളന്ന് മുറിച്ച് പറയാൻ കഴിയുക, ട്രംപിനെ ഞങ്ങൾ വധിക്കുമെന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ഇറാൻ നേതാവിന് കഴിയുക എന്ന് പറഞ്ഞാൽ അത് ലോകം ശ്രദ്ധിക്കുന്നതാണ് എന്നുള്ളതാണ്. ഒരു ചെറു രാജ്യത്തിന്റെ ഈ വെല്ലുവിളിയെ, അല്ലെങ്കിൽ ഒരു ചെറു രാജ്യത്തിന്റെ ഈ വെല്ലുവിളിയിൽ തകർന്നു പോകുന്ന തരത്തിലേക്ക് അമേരിക്ക എത്തപ്പെടുന്നു, അല്ലെങ്കിൽ അമേരിക്കയുടെ നേതാവ് ഡൊണാൾഡ് ട്രംപ് എത്തപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ഇറാനെ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തന്നെ വധിക്കുമെന്ന കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് അത് ഇറാൻ നൽകിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇറാന്റെ ഈ ഒരു പ്രതികരണത്തോടു കൂടി ട്രംപ് പിന്മാറുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതിന് പറയുന്നത് പലരുടെയും വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും പിന്മാറ്റം നടത്തുന്നു. അത് നമുക്കറിയാമല്ലോ. ഈ പറയുന്ന ഉക്രൈൻ്റെ യുദ്ധം ഉണ്ടാകുന്നു, ഇന്ത്യ ചൈന, ഇന്ത്യ പാകിസ്ഥാൻ ഒക്കെ യുദ്ധങ്ങൾ പലപ്പോഴും പലയിടത്തും ഉണ്ടാകുന്നു. പിന്നെ മറ്റൊന്ന് ഇസ്രായേൽ യുദ്ധം നടക്കുന്നുണ്ട്, ലെബനിയനിൽ യുദ്ധം നടക്കുന്നുണ്ട്. ഹമാസുമായിട്ടുള്ള യുദ്ധത്തിന് അവസാനം ഉണ്ടാകുന്നില്ല. അവസാനം ഉണ്ടായി എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുമ്പോഴും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറയട്ടെ. പക്ഷേ ഏതെങ്കിലും തരത്തിൽ തങ്ങളെ ആക്രമിക്കുവാൻ അമേരിക്കൻ പ്രസിഡന്റ് തയ്യാറായാൽ അടുത്ത നിമിഷം ട്രംപിനെ വധിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് പറയുവാൻ ഇറാന് മാത്രമേ പറ്റൂ. ലോകത്ത് മറ്റൊരു രാജ്യം അങ്ങനെ ചെയ്യില്ല. 2024 പെൻസിൽവാനിയയിൽ നടന്ന ഒരു പ്രചാരണ റാലിയിൽ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പ്രകോപനപരമായിട്ടുള്ള ഒരു ചിത്രമുണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാവരും കണ്ടു കാണുന്നത്. കാരണം അന്നത്തെ ഒരു ഇലക്ഷൻ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആ ചിത്രം സംപ്രേഷണം ചെയ്തുകൊണ്ട് ഇത്തവണ ബുള്ളറ്റ് മിസ് ചെയ്യില്ല എന്നാണ് ഇറാൻ സ്റ്റേറ്റ് TV അമേരിക്കൻ പ്രസിഡന്റിന് നേരിട്ട് ഭീഷണി മുഴക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അന്നൊരു ബുള്ളറ്റ് മിസ്സായി പോയതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് എന്നാണ് ഇറാൻ പറയുന്നത്. എന്നാൽ ഇത്തവണ അത്തരത്തിലൊരു ബുള്ളറ്റ് മിസ്സിംഗ് ഉണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത്. ലോകരാജ്യങ്ങളെ മാത്രമല്ല, അമേരിക്കൻ ഉന്നതരെ അടക്കം ഞെട്ടിച്ച പ്രകോപനപരമായിട്ടുള്ളൊരു പ്രസ്താവനയാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇറാനിലെ പ്രതിഷേധക്കാരെ കൊല്ലുന്നത് നിർത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഇറാന് മുന്നറിയിപ്പ് നൽകിയതിന് ശേഷമാണ് മുൻപ് നടന്ന ട്രംപിനെതിരായിട്ടുള്ള വധശ്രമത്തിന്റെ ചിത്രങ്ങൾ ഇറാനിയൻ സ്റ്റേറ്റ് TV സംപ്രേഷണം ചെയ്തു തുടങ്ങിയത് എന്നതാണ്. അവിടെ അദ്ദേഹം വെടിയുണ്ട തട്ടിമാറ്റി. അത് അദ്ദേഹത്തിന്റെ ചെവിക്ക് തൊട്ടു സമീപം കൂടെ കടന്നുപോയി. എന്നാൽ ഞങ്ങൾ ഉന്നം വെച്ചാൽ തെറ്റില്ല എന്ന് തന്നെയാണ് ഇറാന്റെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഭയക്കേണ്ടതല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഇറാന്റെ ഒരു മുന്നറിയിപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയാണെങ്കിലും അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥരാണെങ്കിലും ഇന്ന് ട്രംപ് പോലും ഞെട്ടിവിറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നതാണ്. ഇറാന്റെ ഈ ഔദ്യോഗിക വാർത്താ ചാനലിന്റെ ദൃശ്യങ്ങളിൽ രക്തം ചിതറുന്ന ട്രംപിന്റെ ചെവിക്ക് സമീപം സുരക്ഷാ ഏജന്റുമാർ വലയം ചെയ്തിരിക്കുന്ന ഫോട്ടോ അടക്കമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിനൊപ്പമാണ് ഇത്തവണ അത് ലക്ഷ്യം തെറ്റില്ല എന്ന് പേർഷ്യൻ ഭാഷയിൽ എഴുതിയ ഒരു ഭയാനകമായിട്ടുള്ള മുന്നറിയിപ്പ് കൂടി അതിനകത്ത് ചേർത്തിട്ടുള്ളത്. അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ബുള്ളറ്റ് മിസ് ചെയ്യില്ല എന്ന ഞെട്ടിക്കുന്ന സന്ദേശം ഇറാൻ ഔദ്യോഗിക TV സംപ്രേഷണം ചെയ്തതിനു ശേഷമാണ് ഇറാനെതിരായിട്ട് കഴിഞ്ഞ ദിവസം രാത്രി നടത്താൻ നിശ്ചയിച്ച ആക്രമണത്തിൽ നിന്നൊക്കെ താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും അമേരിക്ക പിൻവാങ്ങിയിരിക്കുന്നത്. ട്രംപിന് ഭയമില്ലാതെയാണോ പിന്മാറിയെന്ന് ആലോചിച്ച് നോക്കൂ. ട്രംപ് ഭയപ്പെട്ടിരിക്കുന്നു. ഇറാന്റെ ഈ വെല്ലുവിളിയിൽ, ഇറാന്റെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പിൽ അമേരിക്ക പിൻവാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ട്രംപ് പേടിച്ചിരിക്കുന്നു, ഭയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇറാനെതിരായിട്ടുള്ള യാതൊരു തരത്തിലുള്ള സൈനിക നടപടിയും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും വൻ തിരിച്ചടി ഉണ്ടാക്കുമെന്ന തിരിച്ചറിവ് ഈ പിന്മാറ്റത്തിന് പിന്നിലുണ്ട് എന്നുള്ളതാണ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാന സൈനിക ശക്തിയായിട്ടുള്ള ഇറാനെ ആരാക്രമിച്ചാലും പ്രത്യാഘാതം ഗുരുതരമാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയ റഷ്യ അവരുടെ തന്ത്രപ്രധാന ഇന്റലിജൻസ് വിവരങ്ങൾ ഇറാന് കൈമാറി തുടങ്ങിയതും അമേരിക്കയെ ആശങ്കപ്പെടുത്തുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ റഷ്യയുടെ ഒരു വല്ലാത്ത ഇടപെടൽ ഇതിനകത്തുണ്ട്. മാത്രമല്ല റഷ്യയുടെ ഒരു പിന്തുണ ഇറാന് ലഭിക്കുന്നുണ്ട്. അത് തന്നെയാണ്
വളരെ കൃത്യമായിട്ട് ഇറാന് അമേരിക്കക്കെതിരെ ട്രംപിന്റെ മുഖത്ത് നോക്കി നിങ്ങളെ കൊല്ലുമെന്ന് പറയുവാനുള്ള ചങ്കൂറ്റം ഉണ്ടായതെന്ന് പറയേണ്ടിയിരിക്കുന്നു. റഷ്യയുടെ ഇന്റലിജൻസ് വിവരങ്ങൾ, ടെക്നോളജി, ഇതെല്ലാം ഇറാന് ലഭ്യമാകുന്നത് അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇപ്പോൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും സൈനിക താവളങ്ങൾക്കും നേരെ കൃത്യതയാർന്നിട്ടുള്ള ആക്രമണം നടത്തുവാൻ ഇറാനെ പര്യാപ്തപ്പെടുത്തുന്ന തരത്തിലുള്ള റഷ്യയുടെ ഇന്റലിജൻസ് വിവരങ്ങളാണ്, ടെക്നോളജിയാണ് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്കയെ തകർക്കാൻ കഴിയുന്ന തരത്തിലുള്ള ടെക്നോളജി അതാണ് റഷ്യ കൈമാറിയിരിക്കുന്നത് ഇറാൻ. അപ്പൊ അതായത് ഇറാന്റെ മിസൈൽ കരുത്തും റഷ്യൻ സംവിധാനവും ഒത്തുചേർന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും ഏറ്റുവാങ്ങുക എന്നതാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. അപ്പോൾ ഇത് വൈകിയാണെങ്കിലും അമേരിക്കൻ ഉന്നതരടക്കം തിരിച്ചറിഞ്ഞു തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് ഒരു പിന്മാറ്റം ഉണ്ടാകിയത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തതുപോലെ അവിടെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞേനെ, പക്ഷേ യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന തരത്തിലേക്ക് എത്തിയത് ഇറാന്റെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പിലൂടെയാണ്. ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ആക്രമിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് വധിക്കുമെന്നുള്ള മുന്നറിയിപ്പ്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഖത്തറിനും സൗദി അറേബ്യയ്ക്കും ഉൾപ്പെടെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയതോടെ തങ്ങളുടെ മണ്ണ് ഇറാനെതിരായ ആക്രമണത്തിന് ഉപയോഗിക്കരുത് എന്ന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഇതും അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയ ഒരു ഘടകമാണ് എന്നുള്ളതാണ്. മറഞ്ഞിരുന്ന് കുറുക്കന്റെ കൗശലത്തോടെ ഇറാനെതിരെ കരുക്കൾ നീക്കുന്ന ഇസ്രായേലിന്റെ മുഖവും ഇറാൻ വലിച്ചു കീറുകയാണ്. ഇസ്രായേലും അമേരിക്കയും സ്പോൺസർ ചെയ്യുന്ന കലാപമാണ് ഇറാനിൽ നടക്കുന്നത് എന്ന ബോധ്യം ഇറാൻ ഭരണകൂടത്തിന് മാത്രമല്ല, ഇപ്പോൾ ഇറാൻ ജനതയ്ക്കുമുണ്ട്. അതുകൊണ്ടാണ് കലാപകാരികളെ എതിർത്തും ആയത്തുള്ള അലി ഖമേനി എന്ന ഇറാന്റെ പരമോന്നത നേതാവിനെ പിന്തുണച്ചും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് എന്നുള്ളത്. ഇത് കാഴ്ചയാണ്, കാണേണ്ടതാണ്, യാഥാർത്ഥ്യമാണ്. 1989, 93, 2001, 2009, 2017, 2021 കാലഘട്ടങ്ങളിലെ അമേരിക്കൻ പ്രസിഡന്റുമാർ വിചാരിച്ചിട്ട് നടക്കാത്ത അട്ടിമറി ഈ 2026 ഇറാനിൽ നടത്തിക്കളയാമെന്ന് ഡൊണാൾഡ് ട്രംപ് കരുതിയത് തന്നെ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ തകരാറിലാണ് എന്നതിനുള്ള ഉദാഹരണമാണ്. ഞാനിത് പലവട്ടം പല ട്രംപുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോകളിലൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിന് മാനസികാവസ്ഥയിൽ എന്തോ തകരാറുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സ്വന്തം രാജ്യത്തിനായിട്ട് പോരാടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാനസികാവസ്ഥയിലുള്ള ജനതയാണ് ഇറാനുള്ളത് എന്നുള്ള കാര്യം ട്രംപ് മനസ്സിലാക്കണം. മരണത്തെ ഭയമില്ലാത്ത ആ ജനതയ്ക്ക് മുന്നിലേക്ക് ഏത് സൈന്യത്തെ അമേരിക്ക കെട്ടിയിറക്കിയാലും അവരുടെ ശവശരീരം പോലും ബാക്കി കാണുകയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇറാനിൽ ഈ കുഴപ്പമുണ്ടാക്കാൻ ഇറങ്ങിയ കലാപകാരികൾക്കെതിരെ യഥാർത്ഥത്തിൽ പ്രതികാരം ചെയ്യുന്നതും ഇതേ ജനത തന്നെയാണ്. ചാരന്മാരും രാജ്യദ്രോഹികളും സ്വന്തം പൗരന്മാർ ആയാൽ പോലും അവരെ കൈകാര്യം ചെയ്യുവാനുള്ള അവകാശം ആ നാട്ടിലെ സുരക്ഷാ സേനകൾക്ക് മാത്രമല്ല രാജ്യസ്നേഹികൾക്ക് അടക്കമുണ്ട് എന്നുള്ളതാണ്. അത് ചോദ്യം ചെയ്യുവാനുള്ള അവകാശമൊന്നും മറ്റൊരു രാജ്യത്തിനും ഇല്ലതാനും. അതുകൊണ്ട് അത്തരത്തിലുള്ള വിരട്ടലും വിലപേശലുമൊന്നും ഇവിടെ വേണ്ട എന്നാണ് ട്രംപിനോട് ഇറാന്റെ വാദം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്നും പിന്മാറുന്നതിന് കാരണമായിട്ട് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എന്താണ്? ഇറാൻ പ്രക്ഷോഭകാരികളെ വധിക്കില്ലെന്ന് ഉറപ്പ് നൽകി എന്നുള്ളതാണ്. ഇതിൽ പരം ഒരു ഗതികേട് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ടാവില്ല. ട്രംപിനെ അറിയിച്ചിട്ടാണോ ഇറാൻ ആ രാജ്യത്തെ രാജ്യദ്രോഹികളെ വധിക്കുക എന്ന സ്വാഭാവികമായിട്ട് ചോദ്യം വരുന്നില്ലേ? ട്രംപിനോട് പറഞ്ഞിട്ടാണോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് ഒരു രാജ്യത്തിന്? അവരുടെ രാജ്യത്തിന്റെ കാര്യം നോക്കാൻ അവർക്കറിയാം. അപ്പോൾ ഇവിടെയും പിന്നാക്കം പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ട്രംപിന്റെ മണ്ടൻ തീരുമാനങ്ങളാണ് എന്നുള്ളതാണ്. ഇറാന്റെ പരമാധികാരത്തെ ആരുടെ മുന്നിലും പണയം വയ്ക്കുന്നില്ല, അല്ലെങ്കിൽ പണയം വയ്ക്കില്ല എന്ന ഉറച്ച നിലപാടുള്ള ഒരു ഭരണകൂടമാണ് ഇറാനെ ഇപ്പോൾ നയിക്കുന്നത്. ട്രംപിന്റെ വാദങ്ങൾക്ക് ഒരു അടിസ്ഥാനവും ഇല്ല എന്നതിന്റെ നേർചിത്രമാണ് ഇറാൻ സ്റ്റേറ്റ് മീഡിയ പുറത്തുവിട്ട ചിത്രത്തിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇറാനെ ആക്രമിച്ചാൽ ട്രംപിനെ തന്നെ കൊല്ലുമെന്ന് പറയുവാനുള്ള ധൈര്യം ഇറാൻ ഉണ്ടെങ്കിൽ അവരുടെ ശേഷി ലോകം കണ്ടതിലും അപ്പുറമാണ് എന്നത് വ്യക്തമാണ്. മറ്റു രാജ്യങ്ങളിൽ കയറി അധിനിവേശം നടത്തിയ പോലെയോ വെനസ്വേല പ്രസിഡന്റിനെ തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന പോലെയോ എളുപ്പത്തിൽ ഇറാനെ വരുതിയിലാക്കാമെന്ന അമേരിക്കയുടെ കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ സത്യത്തിൽ പിഴച്ചുപോയിരിക്കുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും തങ്ങളെ ആക്രമിക്കണമെന്നാണ് ഇറാൻ ഭരണകൂടം അവകാശപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും. കാരണം ഇത്രമാത്രം അമേരിക്കയ്ക്ക് എതിരായ ലോകരാജ്യങ്ങളുടെ വികാരം മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇറാനിൽ അമേരിക്കൻ സ്പോൺസേർഡ് പ്രക്ഷോഭം നടക്കുന്നതിനാൽ ജനവാസ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തുവാനും അമേരിക്കയ്ക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതോടെ ഇറാൻ ഭരണകൂടത്തിന് കാര്യങ്ങൾ എളുപ്പമാകുകയാണ്. മുന്നും പിന്നും നോക്കാതെ ഇറാൻ സൈന്യത്തിന് അമേരിക്കൻ താവളങ്ങൾക്കും ഇസ്രായേലിനുമെതിരെ മിസൈൽ വർഷിക്കുവാനും ഈ അവസരം ഗുണം ചെയ്യുമെന്നാണ് പ്രതിരോധ വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. 6 മാസം മുൻപ് ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടലിന് ശേഷം വലിയ തോതിലുള്ള ആയുധ സംഭരണമാണ് ഇറാൻ നടത്തിയിരുന്നത്. അതാകട്ടെ വലിയ യുദ്ധം,
അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് പ്രയോഗിക്കാൻ അവസരം കിട്ടിയാൽ ഇറാൻ സൈന്യം എന്ത് ചെയ്യും? അതൊരിക്കലും പാഴാക്കില്ല, എടുത്തിട്ട് അങ്ങ് അലക്കും. അപ്പോൾ യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ടാലും ഇല്ലെങ്കിലും റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ആയുധങ്ങൾ യഥേഷ്ടം നൽകി ഇറാനെ സഹായിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ഉറപ്പായ കാര്യമാണ്. അപ്പൊ കൂടെ നിൽക്കാൻ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും പോലുള്ള വലിയ രാഷ്ട്രങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ഭയപ്പെടേണ്ടത് എന്ത്? ഇറാൻ എന്നുള്ളതാണ്. സ്വന്തം സൈനിക സഖ്യമായിട്ടുള്ള നാറ്റോയിൽ ഉൾപ്പെട്ട രാജ്യത്ത് പോലും അധിനിവേശം നടത്താൻ തുനിഞ്ഞിറങ്ങിയ അമേരിക്കയ്ക്ക് ഒരു വഞ്ചക രാജ്യത്തിന്റെ പ്രതിച്ഛായയാണുള്ളത്. അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ നിലവിലുള്ളത് ഒരു വഞ്ചകന്റെ മുഖമാണ് ട്രംപിനുള്ളത്. ഇതും ഇറാനാണ് ഗുണം ചെയ്യാൻ പോകുന്നത്. നിക്കോളസ് മഡൂറയെ തട്ടിക്കൊണ്ടുപോയി രണ്ടാംകിട ഗുണ്ടകളുടെ സ്വഭാവം കാണിച്ച ട്രംപ് ഭരണകൂടം പിന്നീട് പ്രഖ്യാപിച്ചത് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്നാണ്. അപ്പോൾ ഇതിനെതിരെ നാറ്റോ സഖ്യകക്ഷികളും യൂറോപ്യൻ യൂണിയനും ശക്തമായിട്ടുള്ള എതിർപ്പ് അറിയിച്ചിട്ട് പോലും അമേരിക്ക പിന്മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിനിടെയാണ് ഇപ്പോൾ അവർ ഇറാനെ ലക്ഷ്യമിട്ട് ആക്രമിക്കുവാൻ പദ്ധതി ലക്ഷ്യമിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പദ്ധതിയുമായിട്ട് തയ്യാറായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഇറാനെതിരെ നടപടി എന്ന് വീരവാദം മുഴക്കിയ ട്രംപിന് ഇറാന്റെ മുന്നറിയിപ്പിന് മുന്നിൽ ഇപ്പോൾ മുട്ടിടിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് പിന്മാറേണ്ടി വരുന്നത്. ട്രംപ് ഭയപ്പെട്ട് പിന്മാറി എന്നുള്ളതാണ്. പശ്ചിമേഷ്യയിലെ ഈ പറയുന്ന അമേരിക്കയുടെ 1,00,000 സൈനികരെയും അവരുടെ യുദ്ധക്കപ്പലുകളെയും കത്തിച്ചു കളയുമെന്ന് മാത്രമല്ല, സാക്ഷാൽ ട്രംപിനെ തന്നെ വധിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് എന്നുള്ളത്. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് എന്നതിനപ്പുറം വലിയൊരു ബിസിനസ്സുകാരൻ കൂടിയായ ട്രംപിനും കുടുംബത്തിനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കൂടിയുണ്ട്. ഇതും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ തകർക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത്. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ എന്നത് ബോധ്യമുള്ളത് കൊണ്ട് കൂടിയാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ പുറകോട്ട് പോയിരിക്കുന്നത് എന്നതാണ്. അതാകട്ടെ വളരെ വ്യക്തവുമാണ്. ഇനി ഈ നിലപാടും മാറ്റി അമേരിക്ക അവരുടെ തനി സ്വഭാവം കാണിച്ചാൽ പിന്നെ നടക്കാൻ പോകുന്നത് അമേരിക്കൻ താവളങ്ങളിലെ കൂട്ടക്കുരുതി കൂടിയായിരിക്കും എന്നത് ട്രംപ് ഭരണകൂടം ഓർക്കുന്നത് അവർക്ക് തന്നെ നല്ലതാണ്. ഇല്ലെങ്കിൽ ട്രംപ് പോലും അവസാനം അമേരിക്കയിൽ ഉണ്ടാവില്ല. ഇറാൻ തകർത്ത് തരിപ്പണമാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.